ഹലോ ഗൈസ്, എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിലൊരുപാട് കെമിക്കലൊക്കെ ചേർന്നുള്ളത് കൊണ്ട് അതത്ര നല്ലതുമല്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങളൊരു 10-15 തക്കാളി എടുത്ത് ഇതുപോലെ മുറിച്ച് വെക്കണം. പിന്നെ 2 ചെറിയ പീസ് ഓഫ് ബീട്രൂട്ട് നിങ്ങൾ അതിലേക്ക് ചേർക്കണം. ഇത് നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ആക്കിയിടാം. ഈ തക്കാളി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് തണിയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ചെറിയ തക്കാളീൻ്റെ ചെറിയ കുരുവൊക്കെ നമുക്കതിൽ കിട്ടും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കലാപരിപാടിയൊക്കെ. അത്യാവശ്യം അടികട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഈ പേസ്റ്റൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളോട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് എന്തായാലും വേണം. അത്യാവശ്യം ഹെൽത്തി ചോയ്സാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പഞ്ചസാര ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടീൻ്റെ ലംസൊന്നും ഇല്ലാതെ തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി കുറച്ച് നേരം ഇത് സ്റ്റവിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഇതുപോലെ പൊട്ടി വരാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സോസ് നന്നായിട്ട് വറ്റി വരുമ്പോൾ അത് നമുക്ക് തണിയാൻ വെക്കാം. എന്നിട്ട് നമുക്കൊരു ജലാംശമില്ലാത്ത പാത്രത്തിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ആഴ്ച വരെ ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.